ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഗ്രാസിയ വണ്ടിയുടെ ഒരു എഞ്ചിൻ വർക്കിൻ്റെ വീഡിയോ ആണ്. നിലവിൽ നമുക്ക് ഓയിൽ തീർന്ന് പിസ്റ്റണും പിടിച്ച് ക്രാങ്കിൻ്റെ കണക്ട് റോഡും അടക്കം പിസ്റ്റൺ ഫുൾ ടൈറ്റായി പോയ വണ്ടിയാണിത്. അപ്പോൾ നമ്മളത് ഫുൾ എഞ്ചിൻ വർക്കായിട്ടാണ് ചെയ്യണം. അതായത് ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടറൊക്കെ മാറ്റി ചെയ്യുന്ന വർക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ് ഇപ്പോൾ നമ്മൾ പുതിയത് എടുത്ത് വെച്ചാണത്. ക്രാങ്ക് ഷാഫ്റ്റ് റേറ്റ് വരുമ്പോഴത്തേക്ക് 3489 രൂപ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ് മാത്രം വരുന്നുണ്ട്. പിന്നെ സിലിണ്ടർ കിറ്റിന് വരുമ്പോൾ 3479 രൂപ സിലിണ്ടർ കിറ്റ് വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് നമുക്ക് എഞ്ചിൻ്റെ ഉള്ളിലാണ് ചെയിനാണ് കേട്ടോ. എഞ്ചിൻ്റെ ഉള്ളിലാണ് ചെയിൻ മാറണം. വാൽവ്, ഈ രണ്ട് വാൽവ് നമ്മൾ മാറ്റിയേക്കണതാണ്. അത് ലേറ്റി കൊടുത്ത് വാൽവ് മാറ്റി എൻ്റെ വാൽവിൻ്റെ ഗൈഡ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ആ ഗൈഡ് മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡിൽ വരുന്ന 2 ബെയറിങ്ങുകളാണ്. ക്യാം ഷാഫ്റ്റ് കംപ്ലൈൻറ്റ് ഇല്ല. അപ്പോൾ അതിൻ്റെ സൈഡിൽ 2 ബെയറിങ്ങുകൾ മാത്രം മാറ്റി നമ്മൾ റീസെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കതിന് ഗ്യാസ്കറ്റ്, ഓയിൽ സീലുകൾ, അതേപോലെ തന്നെ നമുക്ക് പിന്നെ അഴിച്ച് ചെയ്യുമ്പോൾ കാർബറേറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. എയർ ഫിൽറ്റർ മാറണം. അങ്ങനെ കുറച്ച് വർക്കുകളും കൂടി കൂട്ടത്തിൽ കൂടെ വരുന്നുണ്ട് എഞ്ചിൻ വർക്കുമായി ബന്ധപ്പെട്ട്. നമുക്കതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് വേറെ പ്രത്യേകിച്ച് കംപ്ലൈൻറ്റ് ഇല്ല. അതായത് ഈ സ്കൂട്ടറിൻ്റെ എഞ്ചിൻ 3 ഭാഗമായിട്ട് വരാം. ഒന്ന് പവർ ജനറേറ്റ് ചെയ്യുന്ന സിലിണ്ടർ പിസ്റ്റൺ അടക്കം വരുന്ന ഭാഗം, പിന്നെ CVT ക്ലച്ചിൻ്റെ ഭാഗം വേറൊരു ഭാഗം, പിന്നെ ഗിയർ ട്രാൻസ്മിഷൻ വന്നിട്ട് വേറെ ഭാഗം. അങ്ങനെ 3 സെക്ഷനായിട്ടാണ് നമുക്ക് എഞ്ചിൻ വരാം. നമ്മൾ നോക്കുമ്പോൾ എഞ്ചിൻ ഒറ്റ യൂണിറ്റ് ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ 3 പാർട്ടായിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമുക്ക് ആ മെയിൻ ഭാഗം, അതായത് പവർ ജനറേഷൻ വരുന്ന ഭാഗത്താണ് നമുക്ക് മെയിൻ്റനൻസ് വന്നതാണ്. ആ ഭാഗമാണ് നമ്മൾ ക്ലിയർ ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ 1 വർഷത്തെ വാറണ്ടിയിലാണ് ചെയ്യണേ. 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്ററാണ് വാറണ്ടി കാലാവധി. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ കൃത്യമായിട്ട് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതും കൂടി അറിഞ്ഞിരിക്കുക. അതിന് ആഫ്റ്റർ സർവീസ് കൃത്യമായിരിക്കണം. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ അതിനനുസരിച്ച് അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് എഞ്ചിൻ സെറ്റ് ചെയ്യാനായിട്ട് എടുത്തപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ.